അങ്ങനെ ഏറെക്കാലമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ സമങ്കളം നടന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെ ഒരു പടയും ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൂടെ പമ്പ ശരിക്ക് പറഞ്ഞാൽ അടിച്ചു പൊളിച്ചു നല്ല ഗംഭീര സംഗമമായിരുന്നു. ഈ സംഗമത്തിൻ്റെ വലിയൊരു പ്രത്യേകത, ഈ സംഗമത്തിൻ്റെ മുഹൂർത്തമാണ്. ശബരിമലയിലെ 4.5 കിലോ സ്വർണം പെട്രോൾ പോലെ ആവിയായി പോയതിനു ശേഷം ലഭിച്ച ഏറ്റവും ഉത്തമമായ ശുഭമുഹൂർത്തത്തിലാണ് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, ഈ വേദിയിലേക്ക് പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും ഒരേ കാറിലാണ് യാത്ര ചെയ്ത് എത്തിയത്. ഈ സത്യത്തിന് ചരിത്രപ്രധാനമായ ഒരു യാത്രയാണ്. കുറച്ചുനാൾ മുമ്പ് ചൈനയിലെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ സമ്മേളനത്തിന് ശേഷം പുടിനും നരേന്ദ്രമോദിയും കൂടെ ഒരു കാറിൽ യാത്ര ചെയ്തിട്ട് വലിയ പത്രവാർത്ത വന്നു. സത്യത്തിന് അതിന് സമാനമായൊരു യാത്രയാണ് പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും കൂടെ ഒരു കാറിൽ നടത്തിയ ഈ ചരിത്രപ്രസിദ്ധമായ കാർ യാത്ര. പുടിനും മോദിയും എന്താണ് സംസാരിച്ചതെന്ന് അവർക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയൂ. പുറം ലോകത്ത് ആർക്കും അതറിയത്തില്ല. അതൊരു രഹസ്യമാണ്. അതുപോലെ തന്നെ പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും ഒരു കാറിലാണ് സഞ്ചരിച്ചത്. എന്താണ് അവർ സംസാരിച്ചത് എന്ന് ഒരുപക്ഷേ മുന്നിലിരുന്ന ഡ്രൈവറോ അല്ലെങ്കിൽ ഇടതുവശിരുന്ന കേൾവിക്കാരനോ ആളോ ഉദ്യോഗസ്ഥനോ അദ്ദേഹം കേട്ട് കാണും. എങ്കിലും അതും ഒരു രഹസ്യമാണ്. അവരെന്തൊക്കെയോ കാറിലിരുന്ന് കുറഞ്ഞ സമയം കൊണ്ട് സംസാരിച്ചു. എന്തായാലും ശരി, പുടിനും മോദിയും നടത്തിയ ഒരു കാർ യാത്ര പോലെ കേരള ചരിത്രത്തിലെ അവിസ്മരണീയമായ ചരിത്രപ്രധാനമായ ഒരു കാർ യാത്രയാണ് വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും തമ്മിൽ ഒന്നിച്ച് അവർ നടത്തിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞപ്പോഴേ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ അതിഗംഭീരമായ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, പിണറായി വിജയൻ നല്ല ഒന്നാന്തരം ഭക്തനാണ്, അദ്ദേഹം നിരീശ്വരവാദിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, അദ്ദേഹം അയ്യപ്പ ഭക്തനാണെന്ന് തെളിയിക്കാൻ ഇതിനേക്കാൾ വലിയ ഒരു സന്ദർഭം ഏതാണ് കിട്ടുന്നത് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചത്. കുറച്ചു കാലം മുമ്പ് പിണറായി വിജയന് ഗുരുവായൂരെത്തിയപ്പോഴേ അകത്ത് നാലമ്പലത്തിൽ ഒരു വിളക്ക് കത്തുന്നത് കണ്ട് കൂടുള്ള ആളുകളോട് ചോദിച്ചു, അവിടെ ആണോ ദൈവം ഇരിക്കുന്നേ? അപ്പോൾ പുള്ളിക്കാരനെ അവിടെ കണ്ടില്ല, ഒരു വിളക്ക് മാത്രമേ കത്തുന്നുള്ളൂ, അവിടെ കാണാൻ ദൈവം ഇരിപ്പുണ്ടോ എന്നാ ചോദിച്ചാൽ അദ്ദേഹം വളരെ നിഷ്കളങ്കമായ ചോദ്യമാണ് ചോദിച്ചത്. ഇപ്പോഴിങ്ങ് 2025 സെപ്റ്റംബറിൽ പമ്പയിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അടിമുടി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനും ശബരിമല ധർമ്മശാസ്താവും ഒരുപോലെ വെള്ളാപ്പള്ളി നടേശനെ അനുഗ്രഹിച്ചിരിക്കുന്നു. അദ്ദേഹം ഭക്തനായിട്ട് മാറി. അത് ഉറപ്പിച്ചാണ് വെള്ളാപ്പള്ളി നടേശനെ പറയുന്നത്. അദ്ദേഹം ഉറപ്പിച്ച് പറയണമെങ്കിൽ എന്തെങ്കിലും കാര്യം കാണണമല്ലോ, അങ്ങനെ പറയണമെങ്കിൽ. അപ്പോൾ വെള്ളാപ്പള്ളി എനിക്ക് തോന്നുന്നത് എവിടെയെങ്കിലും ഒരു ഉപദേശം കൊടുത്തു കാണാനുള്ള സാധ്യതയുണ്ട്. അതായത് പണ്ട് ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെ കണ്ടപ്പോൾ വിവേകാനന്ദൻ ചോദിച്ചു, ഈ ചിന്മുദ്രയുടെ രഹസ്യം എന്താണ്? പലരോടെയും വിവേകാനന്ദൻ ചോദിച്ചതാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിന് ഉത്തരം കിട്ടിയില്ല. ചട്ടമ്പി സ്വാമികൾ ചിന്മുദ്രയുടെ രഹസ്യം എന്താണ് എന്ന് വിവേകാനന്ദനോട് പറഞ്ഞു കൊടുത്തു. അതുപോലെ അയ്യപ്പ മൂലമന്ത്രത്തിൻ്റെ രഹസ്യം എന്താണ് എന്ന് സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശന് പിണറായി വിജയനോട് പറയുകയും ആ നിമിഷം തന്നെ പിണറായി വിജയൻ പരമഭക്തനായിട്ട് മാറുകയും ചെയ്തു. ഇതിനേക്കാൾ വലിയൊരു അത്ഭുതം ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആലോചിക്കണം. ഇവിടെ ചിലരൊക്കെ അയ്യപ്പ ശാപത്തെക്കുറിച്ച് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയ്യപ്പ ശാപം എന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ശാസ്ത്രീയമായ മറുപടി ഇല്ല. ശാസ്ത്രീയമായിട്ട് മറുപടി പറയാൻ ചോദിച്ചാൽ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ വിശ്വാസികൾ പറയുന്നത് ഈശ്വര ശാപമുണ്ട്, അയ്യപ്പ ശാപമുണ്ട്. പ്രത്യേകിച്ച് അയ്യപ്പൻ വളരെ പവർഫുൾ ഡയറ്റിയാണ്. ജാതിമത വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു ഡയറ്റിയാണ്, ഒരു ദൈവമാണ് അയ്യപ്പന്. ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ ആ വിഗ്രഹത്തെ നോക്കി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ആ വിഗ്രഹത്തിലേക്ക് മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ വിഗ്രഹത്തിന് വളരെ ശക്തിയുണ്ട് എന്നാണ് വിശ്വാസികളുടെ ഒരു വിശ്വാസം. ശാസ്ത്രീയമായ അവിശ്വാസികൾ പറയുന്നു ഇതൊക്കെ ഒരു സങ്കല്പം മാത്രമാണ്, അങ്ങനെയൊന്നും
അയ്യപ്പശാപം എന്ന് ഒന്ന് ഇല്ല എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഇതുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ നമ്മുടെ താത്വിക ആചാര്യൻ EMSനെ കൂട്ടുപിടിച്ചെങ്കിലേ പറ്റുള്ളൂ. അയ്യപ്പശാപം ഉണ്ട് എന്ന് അയ്യപ്പ ഭക്തന്മാരും അയ്യപ്പശാപം ഇല്ല എന്ന് നിരീശ്വരവാദികളും പറയുന്ന ഒന്നാണ്. എന്ന് പറഞ്ഞാൽ ചൈനയുടേതെന്നും ഇന്ത്യയുടേതെന്നും പറയുന്ന മഹാത്മഹൻ ലൈൻ പോലെ ഒന്നാണ് ഈ വിശ്വാസം എന്നേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ശരി, അവിശ്വാസിയായാലും വിശ്വാസിയായാലും ചില ചരിത്ര സംഭവങ്ങൾ പറയാതെ പോയാൽ ശരിയാവില്ല. 1950 ശബരിമല ക്ഷേത്രം ബോധപൂർവം ചില വർഗീയവാദികൾ തീവച്ച് നശിപ്പിച്ചു. കേരളത്തിലൊരു ക്ഷേത്രം ആധുനിക കാലത്ത് തീവച്ച് നശിപ്പിച്ച ആദ്യത്തെ ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. കാരണം ശബരിമല തീർത്ഥാടകരെത്തുന്നത് തടയുക, ഹിന്ദുക്കൾ ഒന്നിച്ചു വരുന്നത് തടയുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ശബരിമല ക്ഷേത്രം തകർത്ത് കളഞ്ഞത്. കാരണം ശബരിമല ക്ഷേത്രം വളരെ പ്രശസ്തമായ ഒരു ആരാധനാലയമായി മാറുന്നു എന്ന് കണ്ടുകൊണ്ട് നടത്തിയ ഒരു അക്രമമാണ്. ക്ഷേത്രം തീവച്ച് നശിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ ഗർഭഗൃഹത്തിൽ കയറി അയ്യപ്പൻ്റെ വിഗ്രഹം അടിച്ചുടച്ചു കളഞ്ഞു. പഴയ വിഗ്രഹം ഇന്ന് ശബരിമല ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ 1950 ഈ ക്ഷേത്രം തീവച്ച് ആ വിഗ്രഹം നശിപ്പിച്ച ആളുകൾ അവർ ശബരിമല കോട്ടയം എരുമേലി ആ ഒരു ഭാഗത്ത് ഉള്ള ആളുകളാണ്, അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി കാർത്തികപ്പള്ളി ആ ഭാഗത്തൊക്കെയുള്ള ആളുകളാണ്. വളരെ പ്രശസ്തമായ ഒരു കുടുംബത്തിൽപ്പെട്ട ചില ആളുകളാണ് ഈ തീവെപ്പ് നടത്തിയതെന്നും അവർ വളരെ സമ്പന്നന്മാരായതുകൊണ്ട് കേസിനെയൊക്കെ അവർ ഈസിയായിട്ട് അതിജീവിച്ചു പോയി എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, ആ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വത്ത് തർക്കം മൂലം തമ്മി തല്ലി തലകീറി ആ കുടുംബം ഏതാണ്ട് തകർച്ചയുടെ വക്കിലാണ്. ആ കുടുംബത്തിലെ ഒരാൾക്ക് പോലും മനസ്സമാധാനമില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അത് അയ്യപ്പശാപം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ നമുക്കുത്തരവൊന്നുമില്ല. ആ കുടുംബം, തീവച്ച കുടുംബം എന്തായാലും ശരി, ഏതാണ്ട് മുടിഞ്ഞ് വെണ്ണീറായിക്കൊണ്ട് ഇരിക്കുന്ന ഒരു കുടുംബമാണ്. അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ ശാസ്ത്രീയമായിട്ട് തെളിവൊന്നുമില്ല. ഈ ക്ഷേത്രം തീവച്ച് നശിപ്പിച്ചപ്പോഴേ അന്ന് തിരുക്കൊച്ചിയിൽ മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി, മുൻ മുഖ്യമന്ത്രി. അദ്ദേഹം പറഞ്ഞത്, ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയും. ക്ഷേത്രം നശിച്ചെങ്കിലേ ഉള്ളൂ, മറ്റ് ദേവാലയങ്ങൾക്കൊന്നും അത് ബാധകമല്ല. ക്ഷേത്രം നശിച്ചാൽ അന്ധവിശ്വാസം കുറയും. കാരണം അന്ധവിശ്വാസം മുഴുവൻ ക്ഷേത്രത്തിലാണ്. മറ്റ് ആരാധനാലയങ്ങളിലൊക്കെ വളരെ വിശ്വാസമാണ്, അവിടെ അന്ധവിശ്വാസമില്ല. ഇവിടാണ് അന്ധവിശ്വാസം ഇരിക്കുന്നത് എന്നാണ് പ്രശസ്തനായ ഒരു മുൻ മുഖ്യമന്ത്രി പറഞ്ഞത്. അതൊരുപാട് അയ്യപ്പ ഭക്തന്മാരെ വേദനിപ്പിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം നടത്തിയത്. എന്തായാലും ശരി, വളരെ ആകസ്മികമായി അദ്ദേഹത്തിൻ്റെ മകനെ ഒരു വിമാനാപകടത്തിൽ വെന്തു മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ശബരിമല ക്ഷേത്രം വെന്ത് നശിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ തീ വെക്കപ്പെട്ട പോലെ അദ്ദേഹത്തിൻ്റെ മകനും വിമാനാപകടത്തിൽ വെന്തു മരിച്ചു എന്നുള്ളതും തികച്ചും ആകസ്മികമായ ഒരു സംഭവമായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, പിന്നെ കുറേ കാലത്തേക്ക് ശബരിമല ശാന്തമായിരുന്നു. പിന്നെ ആരും ശബരിമലയിലേക്ക് പോയില്ല. ശബരിമല തീവെപ്പ് കേസിനെക്കുറിച്ച് അന്വേഷിച്ച് കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കാം എന്ന് പ്രകടന പത്രികയിൽ എഴുതി വെച്ചാണ് 1957 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത്. അധികാരത്തിൽ വന്നപ്പോൾ പ്രകടന പത്രികയൊക്കെ അവർ മടക്കി വെച്ചു. ഒരു സാഹചര്യത്തിൽ അവർ ആ റിപ്പോർട്ട് പുറത്തെടുത്തില്ല. കുറ്റവാളികൾ ആരൊക്കെയാണെന്നും എന്തിനാണ് തീവച്ചതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ആ റിപ്പോർട്ടിലുണ്ട്. എന്തായാലും ശരി, ആ റിപ്പോർട്ട് ഇന്നും ആളുകൾക്ക് റിപ്പോർട്ടിനെ കുറിച്ച് അറിയാമെങ്കിലും ഔദ്യോഗികമായി അത് വെളിവാക്കപ്പെട്ടിട്ടില്ല. ഇന്നും ഒരു രഹസ്യമായിട്ട് തന്നെ ആ റിപ്പോർട്ട് തുടരുകയാണ്. എന്തിനാണ് ഈ ക്ഷേത്രം തീവച്ച് നശിപ്പിച്ചതെന്നും ആരാണ് തീവച്ചതും എന്നുള്ളതും ഇപ്പോഴും അത് ഗവൺമെൻറ് ബോധപൂർവമായി ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന ഒരു രഹസ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കുറച്ചു കാലത്തേക്ക് ശബരിമല വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും 1980കളിൽ ചില ആളുകൾ കണ്ടെത്തി 52 AD കേരളത്തിലെത്തിയ സെൻറ് തോമസ് പള്ളികൾ സ്ഥാപിച്ച് 12.5 പള്ളി സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം. സ്ഥാപിച്ച് അവസാനം നിലയ്ക്കലെത്തി അവിടെയും ഒരു പള്ളി സ്ഥാപിച്ചു. ഈ നിലയ്ക്കൽ എന്ന് പറയുന്ന പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. അയ്യപ്പൻ്റെ ആ ക്ഷേത്രം, അയ്യപ്പ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മലകളൊക്കെ അയ്യപ്പൻ്റെ പൂങ്കാവനമായിട്ടാണ് വിശ്വാസികൾ കരുതുന്നത്. അപ്പോൾ അയ്യപ്പൻ്റെ പൂങ്കാവനമായി കരുതുന്ന ഒരു സ്ഥലമാണ് ഈ നിലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലം. ഇന്ന് KSRTCയുടെ സ്റ്റാൻഡ് നിൽക്കുന്ന സ്ഥലത്ത് അവർക്ക് ഈ പള്ളി പണിയണമെന്ന് ആഗ്രഹിച്ചവർക്ക് പള്ളി പണിയാൻ സ്ഥലം പതിച്ചു കൊടുത്തു. പള്ളി പണിയണമെന്ന് അവരുടെ മനസ്സിൽ മോഹം വന്നപ്പോൾ തന്നെ അന്നത്തെ മുഖ്യമന്ത്രി സ്ഥലം പതിച്ചു കൊടുത്തു, സർക്കാരിൻ്റെ സ്ഥലം പതിച്ചു കൊടുത്ത് പള്ളി പണിയോളാൻ പറഞ്ഞു.
ഈ പള്ളിയുടെ മുന്നിൽ കൂടെ വേണം, അല്ലെങ്കിൽ അയ്യപ്പൻ്റെ പൂങ്കാവനം കൈയടക്കി പണിതിരിക്കുന്ന സർക്കാർ വക ഭൂമിയിലെ പള്ളിയുടെ മുന്നിൽ കൂടെ വേണം അയ്യപ്പ ഭക്തന്മാർ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് എന്ന് മുഖ്യമന്ത്രിയും ചില മതമൗലികവാദികളും വർഗീയവാദികളും തീരുമാനിച്ചു. മുഖ്യമന്ത്രി വളരെ സർവശക്തനാണ്. അദ്ദേഹത്തിൻ്റെ നേതാവ് സംഹാര രുദ്രയായ ഒരു വനിതാ നേതാവ്, ഒരു അയൽ ലേഡിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ സർവശക്തനായ ഈ നേതാവും സംഹാരരുദ്രയായ അന്നത്തെ പ്രധാനമന്ത്രിയും കൂടെ വിചാരിച്ചിട്ടും നിലയ്ക്കൽ പള്ളി പണിയാൻ പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ കാരണം എന്താണെന്നുള്ളതായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ട. പള്ളി പണിയണം എന്ന മോഹം നടന്നില്ല. പക്ഷേ ഈ മുഖ്യമന്ത്രിക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് കാണാം. ഈ മുഖ്യമന്ത്രി ഈ നിലയ്ക്കൽ വിഷയമൊക്കെ കത്തിക്കാളുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സകലവിധ പോലീസ് സന്നാഹത്തോടെ കൃത്യമായി ഗുരുവായൂർ ക്ഷേത്രത്തിലെ 1-ാം തീയതി തൊഴാനെത്തിയപ്പോൾ അദ്ദേഹത്തെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാതെ കുറച്ച് സ്ത്രീകൾ അവിടെ ഉപരോധം നടത്തി. ബലം പ്രയോഗിച്ച് സ്ത്രീകളെ മാറ്റി പോലീസ് മുഖ്യമന്ത്രിയെ കൊണ്ട് പോകുമ്പോൾ ഏതോ ഒരു സ്ത്രീ ചെരുപ്പ് ഊരി മുഖ്യമന്ത്രിയെ അടിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരത്തടി കൊണ്ടില്ല എന്ന് പറയുന്നു. ചെരുപ്പ് തെറിച്ച് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് വീണു എന്ന് പറയുന്നു. എന്തായാലും ശരി, ഒരു സ്ത്രീ അവരുടെ ചെരുപ്പ് ഊരി മുഖ്യമന്ത്രിയെ അടിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വാസ്തവമാണ്. സംഭവം എന്തായാലും ശരി, സർവശക്തനായ മുഖ്യമന്ത്രിയുടെ കൗണ്ട് ഡൗൺ അതോടുകൂടി തുടങ്ങുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒന്നിനു പുറകെ ഒന്നായി അപമാനങ്ങളും അപവാദങ്ങളും തകർച്ചകളുമാണ് നേരിടേണ്ടി വന്നത്. സ്വന്തം കുടുംബത്തിൽ തന്നെ മക്കൾ തമ്മിൽ സ്വത്തിൻ്റെ പേരിൽ കുടുംബകലഹമായി. അവസാനം അദ്ദേഹം വളരെ അപ്രസക്തനായി, ഒറ്റപ്പെട്ടു, വളരെ നിശബ്ദനായി, ദുഃഖിതനായി അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറയുകയും ചെയ്തു. ഇതാണ് ആ മുഖ്യമന്ത്രിക്ക് സംഭവിച്ച ഒരു വിധി. ഈ മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്ത മറ്റൊരു മന്ത്രി ഉണ്ടായിരുന്നു മന്ത്രിസഭയിൽ. തൻ്റെ പ്രസംഗം കൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ തന്നിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന മനോഹരമായ വാഗ്ധാരണയുള്ള സരസ്വതി ദേവി നാവിൽ വിളയാടുന്ന ഒരു മന്ത്രിയാണ്. അദ്ദേഹം പ്രസംഗിക്കുന്നു അറിഞ്ഞാൽ തന്നെ ആളുകളെ അവിടെ ഓടിക്കൂടും പ്രസംഗം കേൾക്കാനായിട്ട്. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ മുടിചൂടാമന്നനാണ്, ചോദ്യം ചെയ്യപ്പെടാത്ത രാജാവായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും മക്കൾ തമ്മിൽ സ്വത്ത് തർക്കമുണ്ടായി. അദ്ദേഹം ശയ്യാവലംബിയായി. എന്തായാലും ശരി, അദ്ദേഹം മരിക്കുമ്പോൾ ദുഃഖിതനായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ഇനി മറ്റൊരു വസ്തുതയുള്ളത്, ഈ 52 സെൻറ് തോമസ് സ്ഥാപിച്ചു എന്ന് പറയുന്ന കുരിശ് പത്തനംതിട്ടയ്ക്കും അതുപോലെ തന്നെ പന്തളത്തിനും ഇടയ്ക്കുള്ള സ്ഥലത്തെ വളരെ ധനാഢ്യനായ ഒരു കുടുംബം, വളരെ പ്രശസ്തമായ ഒരു കുടുംബം, അവരൊക്കെ ഫൈനാൻസിയേഴ്സ് ഉണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, ബസ് സർവീസസ് ഉണ്ട്, വളരെ ധനേട്ടന്മാരുടെ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ ചില മുതിർന്ന ആളുകളാണ് ഇത്തരം ഒരു കുരിശ് നിലയ്ക്കൽ സ്ഥാപിക്കാൻ കൊണ്ടുപോയ കുരിശ് അവരാണ് നിർമ്മിച്ചത്, സെൻറ് തോമസ് അല്ല. അത് അവരുടെ വീട്ടിലെ ചാണകക്കുഴിയിൽ കുറേ കാലം ഇട്ടിരുന്നു, കാരണം അതിനൊരു പഴക്കം തോന്നിക്കാനായിട്ട്. അവസാനം ഈ കുരിശ് സെൻറ് തോമസ് സ്ഥാപിച്ച കുരിശാണെന്ന് പറഞ്ഞ് ഇതും കൊണ്ടാണ് അവർ നിലയ്ക്കലേക്ക് പോയത്. നിലയ്ക്കലെ കുരിശൊക്കെ സ്ഥാപിച്ചെങ്കിലും കുരിശ് അവിടെ ഇരുന്നില്ല. അവസാനം നിലയ്ക്കൽ നിന്ന് ആ പള്ളി മാറ്റിക്കൊണ്ട് പോവുകയും ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ കുരിശ് അവിടെ ചാണകക്കുഴിയിലിട്ട് പഴക്കം ഉണ്ടാക്കാനുള്ള ഒരു കുരിശ് നിർമ്മിച്ചെടുത്ത് അവിടെ ഒരു സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ച ഈ ധനാഢ്യന്മാരുടെ കുടുംബം ഇന്ന് അന്യാധീനപ്പെട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ശബരിമല ക്ഷേത്രത്തെ തകർക്കാൻ ശ്രമിച്ചവർക്കൊക്കെ ശാസ്ത്രീയമായി പറഞ്ഞാൽ തികച്ചും അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ ഉണ്ടായ ഒന്നായിരിക്കാം. അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാകാം. അതുമല്ലെങ്കിൽ ഇതൊക്കെ ആകസ്മികമായ സംഭവങ്ങളുമാകാം. എന്തായാലും ശരി, ശബരിമല ക്ഷേത്രത്തെ തകർക്കാൻ ശ്രമിച്ചവർക്കൊക്കെ വളരെ ശക്തമായ തിരിച്ചടി അവരുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ശരി, മുഖ്യമന്ത്രി നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ചില അഭിസാരികമാരെ അവിടെ കയറാൻ അനുവാദം കൊടുത്തു. അന്നത്തെ സർക്കാർ എന്തായാലും അനുവാദം കൊടുത്തു. അതിൽ ഒരു അഭിസാരിക എത്തിയത് ഇരുമുടിക്കെട്ടിലെ സാനിറ്ററി നാപ്കിനുമാണ് വെച്ചാണ് ഒരാൾ എത്തിയത്. അവിടെ കടന്നു കയറിയ 3 സ്ത്രീകളുടെയും കുടുംബജീവിതത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അതൊന്നും അത്ര ശുഭകരമല്ല എന്ന് മാത്രം പറയുന്നു. അവർ 3 പേർക്കും ഇന്നത്തെ അവരുടെ ജീവിതം വളരെ യാതനാപൂർണമാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. എന്തായാലും ശരി, നവോത്ഥാനം നടന്നില്ലെന്ന് മാത്രമല്ല, ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക്
10-12 MP അയക്കേണ്ട ഒരു പാർട്ടിക്ക് അവസാനം കഷ്ടിച്ച് ഒരു MP ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയക്കാൻ കഴിഞ്ഞത്. ആ പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളകിപ്പോയി. അത് ഉറപ്പിച്ചെടുക്കാൻ ഈ അയ്യപ്പ സംഗമത്തിലൂടെ കഴിയുമെങ്കിൽ ഓക്കെ, അതിന് കുഴപ്പമില്ല. അതിനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത് എന്നാണ് രാഷ്ട്രീയ പ്രതിയോഗികൾ പറയുന്നത്. എന്തായാലും ശരി, ഒരു കാര്യം നമ്മൾ പ്രത്യേകം പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. കോൺഗ്രസിൻ്റെ ഒരു നേതാവായിരുന്ന PS പ്രശാന്ത്, അദ്ദേഹത്തിനെ മാമോദീസ മുഖി CPM ആക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം മഹാഭാഗ്യവാനായിട്ട് മാറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്രയോ സീനിയർ നേതാക്കന്മാരുണ്ട്. അവർക്ക് ആർക്കും കൊടുക്കാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിൽ നിന്ന് മാറി വന്ന ഒരാൾക്കാണ് കൊടുത്തത്. അദ്ദേഹമാണ് ഇപ്പോഴേ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ്. അദ്ദേഹം ഇവിടെ വന്ന് പ്രസിഡൻ്റായത് ഒട്ടേറെ കോൺഗ്രസ്സുകാരെ CPMലേക്ക് കാല് മാറാൻ പ്രേരിപ്പിക്കുന്ന ഒരു വസ്തുതയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ പുതുതായിട്ട് CPMലേക്ക് വന്ന് പ്രസിഡൻ്റായ ഈ നേതാവിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം. കാരണം അദ്ദേഹം ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാണ്. അതിന് നമുക്കൊരു കുറ്റവും പറയാൻ പറ്റില്ല. പക്ഷേ 2 പേരുടെ അഭാവം നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ 2 മുൻ പ്രസിഡന്റന്മാരുണ്ട്. ഒന്ന് അനന്തഗോപന് CPIMൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പത്തനംതിട്ട പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചയാളാണ്. അതുപോലെ തന്നെ CPMൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പറുമാണ് അനന്തഗോപൻ. അദ്ദേഹത്തെ അവിടെ കണ്ടില്ല. രണ്ടാമതൊരാൾ A പത്മകുമാറാണ്. ഈ വിവാദങ്ങളൊക്കെ ശബരിമല വിവാദം കത്തി നിൽക്കുമ്പോൾ സ്ത്രീകളെ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് ശക്തമായി എതിർത്ത ആളാണ് A പത്മകുമാർ. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സ്ത്രീകളെ അതിൻ്റെ ശബരിമലയ്ക്ക് വിടുകയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം കോന്നിയിലെ MLA ആയിരുന്നു. CPMൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ഈ 2 പേരുടെയും അഭാവം പ്രത്യേകം ശ്രദ്ധേയമായി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ശരി, മനസ്സ് മാറുകയാണ്. വളരെ പെട്ടെന്ന് അവിശ്വാസി വിശ്വാസിയായിട്ട് മാറുന്നു. അതുപോലെ തന്നെ വിശ്വാസി അയ്യപ്പൻ്റെ ആരാധകരായിട്ട് മാറുന്നു. അങ്ങനെ ആകപ്പാടെ ആഗോള അയ്യപ്പ സംഗമം കേരള ചരിത്രത്തിലെ ഒട്ടേറെ അവിസ്മരണീയമായ നിമിഷങ്ങളാണ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. എന്തായാലും ശരി, ഇതൊക്കെ കാണുമ്പോൾ സഖാക്കളോടെ ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ. പ്രിയപ്പെട്ട സഖാക്കളെ, നമുക്ക് ഉച്ചത്തിൽ വിളിക്കാം, സ്വാമിയേ ശരണമയ്യപ്പ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.